ഈ വീഡിയോയിൽ ഞാൻ തേങ്ങ യൂസ് ചെയ്തിട്ടുള്ള 50 ബിസിനസ് ഐഡിയാസിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. പക്ഷേ 50 ബിസിനസ് ഐഡിയാസ് പറയുമ്പോഴത്തേക്കും ഈ വീഡിയോ ടൂ മച്ച് ലെങ്തി ആയിപ്പോകും. അതിനെക്കൊണ്ട് 50 ബിസിനസ് ഐഡിയാസിൽ നിന്നും ഞാൻ കട്ട് ഷോർട്ട് ചെയ്തിട്ട് വെറും 10 ബിസിനസ് ഐഡിയാസാണ് പറയാൻ പോകുന്നത്. പക്ഷേ ഇത് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ബിസിനസ് ഐഡിയ ആണ് നമ്മുടെ തേങ്ങ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ 50 ബിസിനസ് ഐഡിയാസും ഞാൻ ഈ സ്ക്രീനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ടൈം കിട്ടുകയാണെങ്കിൽ ഇത് സെർച്ച് ചെയ്ത് നോക്കി, ഇതിനെ പറ്റിയിട്ട് കൂടുതൽ പഠിക്കാൻ പറ്റും. തേങ്ങ ഫാം ചെയ്യുന്നതിൽ ഇന്ത്യയാണ് വേൾഡിൻ്റെ 3rd ലാർജസ്റ്റ് പ്രൊഡ്യൂസർ. 19,247 മില്യൺ കോക്കനട്ടാണ് ഇന്ത്യ ഇയർലി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ലോകത്തിലെ പ്രൊഡക്ഷൻ്റെ 31.5% ആണ് ഇത് വരുന്നത്. ഇതിനു പുറമെ ഇന്ത്യൻ്റെ GDPയിലേക്ക് $3.88 ബില്യൺ ആണ് ഇത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇന്ത്യയിൽ തേങ്ങ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ 23% കോക്കനട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കർണാടകമാണ്. 4210 ടണ്ണ് കോക്കനട്ടാണ് എല്ലാ ഇയറും കർണാടക പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനുശേഷം 31% തമിഴ്നാടാണ് സെക്കൻഡിൽ നിൽക്കുന്നത്. 3751 ടണ്ണാണ് തമിഴ്നാട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനുശേഷമാണ് നമ്മളെ കേരള വരുന്നത്. 24.22% ഹോൾ ഇന്ത്യൻ്റെ ആണ് കേരള പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 3307 ടണ്ണാണ് കേരള എല്ലാ വർഷവും കോക്കനട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കോക്കനട്ട് സ്പ്രെഡാണ് ഞാൻ ഫസ്റ്റ് പറയാൻ പോണ ബിസിനസ് ഐഡിയ. ഫുഡ് ആൻഡ് ബെവറേജ് കാറ്റഗറിയിലാണ് ഇത് വരുന്നത്. 2023 $4.8 ബില്യൺ ആണ് കോക്കനട്ട് സ്പ്രെഡിന്റെ മാർക്കറ്റ് ക്യാപ്പ്. എല്ലാ വർഷവും 4.8 CAGR ഇത് ഗ്രോ ചെയ്യുന്നത്. 2030 ആകുമ്പോഴേക്കും $5.93 ബില്യൺ ആണ് ഇതിന്റെ മാർക്കറ്റ് ക്യാപ്പ് എത്താം. കോക്കനട്ട് സ്പ്രെഡ് മാനുഫാക്ചറിങ് ചെയ്യണമെങ്കിൽ വലിയ മെഷീനറീസിന്റെ ആവശ്യമൊന്നുമില്ല. മെയിനായിട്ട് വരുന്ന ഇൻഗ്രീഡിയൻസ് ആണ് കോക്കനട്ട്, മിൽക്ക്, ഷുഗർ, എഗ്ഗ്. ഇത് വെച്ചിട്ടാണ് കോക്കനട്ട് സ്പ്രെഡ് മാനുഫാക്ചറിങ് ചെയ്യുന്നത്. ബെവറേജസ്, സ്നാക്സ്, ഫ്രോസൺ ഫുഡ്സ് ഇങ്ങനത്തേലാണ് കോക്കനട്ട് സ്പ്രെഡ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ചോക്ലേറ്റ്, ഹണി, വാനില ഇങ്ങനത്തെ ഡിഫറെന്റ് ഫ്ലേവേഴ്സിലും കോക്കനട്ട് സ്പ്രെഡ് കറന്റ്ലി മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഏറ്റവും കൂടുതൽ കോക്കനട്ട് സ്പ്രെഡ് ഇപ്പോൾ മാനുഫാക്ചറിങ് ചെയ്യുന്നത് തായ്ലാൻഡാണ്. ഇയർലി $151 മില്യൺ കോക്കനട്ട് സ്പ്രെഡ് ആണ് തായ്ലാൻഡ് മാനുഫാക്ചറിങ് ചെയ്യുന്നത്. 200 grams കോക്കനട്ട് സ്പ്രെഡ് UAE സെല് ചെയ്യുന്നത് 25 dirhamsനാണ്. നമ്മുടെ ഇന്ത്യയിൽ 200 grams 500 rupeesനാണ് സെല് ചെയ്യുന്നത്. ഇത് നമ്മൾ മാനുഫാക്ചറിങ് ചെയ്യുകയാണെങ്കിൽ, ബൾക്കിൽ ചെയ്യുകയാണെങ്കിൽ 100 rupees ആണ് 200 gramsന് വരാം. ഇത് നമുക്ക് ഹോം ബേസ്ഡ് ചെറിയ ഇൻവെസ്റ്റ്മെന്റിലും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, ഒരു 5000 rupeesലും. രണ്ടാമത്തെ ബിസിനസ് ഐഡിയ ആണ് കോക്കനട്ട് ബേസ്ഡ് സോപ്പ്. ഇത് ബ്യൂട്ടി ആൻഡ് സ്കിൻ കെയർ കാറ്റഗറിയിലാണ് വരുന്നത്. $1.31 ബില്യൺ ആണ് കോക്കനട്ട് ബേസ്ഡ് സോപ്പിന്റെ മാർക്കറ്റ് ക്യാപ്പ്. 5.7 CAGR ഇത് ഗ്രോ ചെയ്യുന്നത്. 2032 ആകുമ്പോഴേക്കും $2.04 ബില്യൺ ഇത് എത്താം. നിങ്ങൾ പണ്ട് കേട്ടിട്ടുണ്ടാകും കോക്കനട്ട് മിൽക്ക് നമ്മളുടെ സ്കിന്നിന് എത്ര നല്ലതാണെന്ന്. നമ്മൾ നോർമൽ സോപ്പിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് കോക്കനട്ട് മിൽക്ക് സോപ്പ്. നോർമൽ സോപ്പിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കോക്കനട്ട് ബേസ്ഡ് സോപ്പിന് വളരെ അധികം തന്നെ ബെനിഫിറ്റ് ഉണ്ട്. ഡ്രൈ സ്കിന്നിന്, ആൻറ്റി ഇൻഫ്ലമേറ്ററി, നമ്മുടെ ഹെയർ ക്ലീൻ ചെയ്യാൻ ഇങ്ങനത്തെ അധികം തന്നെ ബെനിഫിറ്റ്സ് ആണ് നമ്മുടെ കോക്കനട്ട് ബേസ്ഡ് സോപ്പിനുള്ളത്. കോക്കനട്ട് ബേസ്ഡ് സോപ്പ് നമുക്ക് 2 രീതിയിൽ മാനുഫാക്ചറിങ് ചെയ്യാൻ പറ്റും. സോളിഡ് ആയിട്ടുള്ള സോപ്പായിട്ട് മാനുഫാക്ചറിങ് ചെയ്യാൻ പറ്റും. കറൻ്റ്ലി ഇപ്പോൾ മാർക്കറ്റിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ലിക്വിഡ് സോപ്പായിട്ടും നമുക്ക് മാനുഫാക്ചറിങ് ചെയ്യാൻ പറ്റും. ഏഷ്യ പസഫിക് ആണ് കോക്കനട്ട് സോപ്പിൻ്റെ മെയിൻ മാർക്കറ്റ്. 70%, 40% നോർത്ത് അമേരിക്കയും ബാക്കിയുള്ളത് യൂറോപ്പ് മാർക്കറ്റുമാണ്. സ്മോൾ സ്കെയിൽ കോക്കനട്ട് ബേസ്ഡ് സോപ്പ് നിങ്ങൾ മാനുഫാക്ചറിങ് ചെയ്യുകയാണെങ്കിൽ 40 to 60 rupees ആണ് 125 ഗ്രാമിന് വരുന്നത്. ആമസോണിൽ ഇത് കറൻ്റ്ലി 100 rupeesനാണ് സെല് ചെയ്യുന്നത്. മൂന്നാമത്തെ ബിസിനസ് ഐഡിയ ആണ് കോക്കനട്ട് ക്യാപ്സ്യൂൾസ്. ഹെൽത്ത് ആൻഡ് വെൽനസ് സെഗ്മെന്റിലാണ് ഇത് വരുന്നത്. കോക്കനട്ട് ഓയിൽ ക്യാപ്സ്യൂൾസ് ആക്കിയിട്ട് സെല് ചെയ്യുന്നതാണ് ഈ ബിസിനസ് ഐഡിയ. ഇതൊരു എമർജിങ് ആയിട്ടുള്ള മാർക്കറ്റ് ആയതിനെക്കൊണ്ട് ഇതിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള മാർക്കറ്റ് ക്യാപ്പിൻ്റെ ഡാറ്റാസ് ഒന്നും കറൻ്റ്ലി അവൈലബിൾ അല്ല. പക്ഷേ കോക്കനട്ട് ഓയിലിൻ്റെ കറണ്ട് മാർക്കറ്റ് ക്യാപ്പാണ് $5.92 ബില്യൺ 2023. ഇത് 2030 ആകുമ്പോഴേക്കും $10.65 ബില്യൺ ആണ് എത്തുക. 7.31 CAGR ഈ മാർക്കറ്റ് ഗ്രോ ചെയ്യുന്നത്. ഹെൽത്ത് അവയർനെസ് ജനങ്ങളിൽ ഇൻക്രീസ് ചെയ്തതിനെ കൊണ്ടാണ് ഈ ഒരു മാർക്കറ്റ് ഇപ്പം കറൻ്റ്ലി പെട്ടെന്ന് തന്നെ ഗ്രോ ചെയ്യുന്നത്. ക്യാപ്സ്യൂൾസ് മാത്രമല്ല, സോഫ്റ്റ് ജെല്ലും പൗഡറും നിങ്ങൾക്ക് കോക്കനട്ട് ബേസ്ഡ് മാനുഫാക്ചറിങ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ നിങ്ങൾക്ക് മാനുഫാക്ചറിങ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ കസ്റ്റമർ സെഗ്മെന്റിലേക്ക് തന്നെ നിങ്ങളുടെ പ്രൊഡക്റ്റ് കേറ്റർ ചെയ്യാൻ പറ്റും. ഒരു ക്യാപ്സ്യൂൾ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ 15 to 20 rupees ആണ് വരുന്നത്. ഒരു ബോട്ടിലിൽ 60 to 90 ക്യാപ്സ്യൂൾസ് ആണ് വരിക. ഇത് 250 to 600 rupees റേഞ്ചിൽ വരെ നിങ്ങൾക്ക് സെല് ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾക്ക് ഹൈ എൻഡിൽ സെല് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രാൻഡ് എങ്ങനെയാണ് മാർക്കറ്റിംഗ് ചെയ്തിട്ട് പ്രീമിയം കാറ്റഗറിയിലേക്ക് ആക്കി വെച്ച് കഴിഞ്ഞാലേ നിങ്ങൾക്ക് ഇത് സെല് ചെയ്യാൻ പറ്റുള്ളൂ. നാലാമത്തെ ബിസിനസ് ഐഡിയ ആണ് നമ്മുടെ തേങ്ങയുടെ ചിരട്ട യൂസ് ചെയ്തിട്ടുള്ള ബൗളും കട്ട്ലറിയും. ഇത് ഹൗസ് ഹോൾഡ് കാറ്റഗറിയിലാണ് വരുന്നത്. ഗ്ലോബൽ എക്കോ ഫ്രണ്ട്ലി ടേബിൾ വെയറിന്റെ മാർക്കറ്റ് ക്യാപ്പ് 2023 $15.27 ബില്യൺ ആണ്.
ബാംബു, പാം ലീവ്, ഇതിനൊപ്പരം കോക്കനട്ട്, ഇത് മൂന്നെണ്ണമാണ് ഇതിൽ വരുന്ന മെയിൻ കാറ്റഗറി. 6.2 CAGR ഈ മാർക്കറ്റ് ഗ്രോ ചെയ്യുന്നത്. കസ്റ്റമേഴ്സ് പ്ലാസ്റ്റിക്കിന്റെ ആൾട്ടർനേറ്റീവും അതിനൊപ്പം തന്നെ സസ്റ്റൈനബിലിറ്റിയും ചൂസ് ചെയ്യുന്നതിനെ കൊണ്ടാണ് ഈ മാർക്കറ്റ് ഇത്രയും പെട്ടെന്ന് ഗ്രോ ചെയ്യുന്നത്. USA, UK പിന്നെ മറ്റുള്ള യൂറോപ്യൻ കൺട്രീസ് ആണ് ഇതിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടേഴ്സ്. കോക്കനട്ട് ബോൾ മാനുഫാക്ചറിങ് ചെയ്യുകയാണെങ്കിൽ 70 to 100 rupees ആണ് പെർ പീസിന് വരുന്നത്. കട്ട്ലറി മാനുഫാക്ചറിങ് ചെയ്യുകയാണെങ്കിൽ 40 to 50 rupees ആണ് പെർ പീസിന് വരുന്നത്. ഇത് 100 to 300 പ്രൈസ് റേഞ്ചിലാണ് മാർക്കറ്റിൽ കറന്റ് സെല് ചെയ്യുന്നത്. അഞ്ചാമത്തെ ബിസിനസ് ഐഡിയ ആണ് ആക്ടിവേറ്റഡ് ചാർക്കോൾ. ഇത് ഇൻഡസ്ട്രിയൽ സെഗ്മെന്റിൽ വരുന്ന ബിസിനസ് ഐഡിയ ആണ്. നമ്മൾ ചിരട്ട കത്തിച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ആക്ടിവേറ്റഡ് ചാർക്കോൾ. കറന്റ് ഇത് വാട്ടർ പ്യൂരിഫിക്കേഷന്, എയർ പ്യൂരിഫിക്കേഷന്, ഇതിനു പുറമെ മെഡിക്കൽ ട്രീറ്റ്മെന്റ്സിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. 2023 $5.6 billion ആണ് ഇതിന്റെ മാർക്കറ്റ് ക്യാപ്പ്. 7% CAGR ഇത് ഗ്രോ ചെയ്യുന്നത്. 2030 ആകുമ്പോഴേക്കും $9.5 billion ആണ് ഇതിന്റെ മാർക്കറ്റ് ക്യാപ്പ് എത്തുക. എയർ ഫിൽറ്റേഴ്സിലും ഇൻഡസ്ട്രിയൽ എയർ ഫിൽറ്റേഴ്സിലും മെയിൻ ആയിട്ട് വരുന്ന ഒരു കോമ്പണന്റ് ആണ് ആക്ടിവേറ്റഡ് കാർബൺ. ഇതിനു പുറമെ ഫുഡ് ആൻഡ് ബീവറേജ് ഇൻഡസ്ട്രിയിലും ആക്ടിവേറ്റഡ് ചാർക്കോൾ യൂസ് ചെയ്യുന്നുണ്ട്. ജ്യൂസസിലും ഓയിൽസിലും നമ്മുടെ ആക്ടിവേറ്റഡ് ചാർക്കോൾ യൂസ് ചെയ്യുന്നുണ്ട്. ഡീകളറൈസേഷനും പ്യൂരിഫിക്കേഷനും വേണ്ടിയിട്ടാണ് ഇത് ഫുഡ് ആൻഡ് ബീവറേജസ് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നത്. USA, ജർമ്മനി, ചൈന ഈ 3 കൺട്രീസാണ് ആക്ടിവേറ്റഡ് ചാർക്കോൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്നത്. ആക്ടിവേറ്റഡ് ചാർക്കോൾ മാനുഫാക്ചറിങ് ചെയ്യണമെങ്കിൽ 30 to 50 rupees ആണ് പെർ kg വരുന്നത്. ഇത് നമുക്ക് 150 to 200 rupees പെർ kg ആക്കിയിട്ട് സെല് ചെയ്യാൻ പറ്റും. ആറാമത്തെ ബിസിനസ് ഐഡിയ ആണ് ബയോഡീഗ്രേഡബിൾ പാക്കേജിംഗ്. ഇത് എക്കോ ഫ്രണ്ട്ലി കാറ്റഗറിയിൽ വരുന്നതാണ്. ഗ്ലോബൽ ബയോഡീഗ്രേഡബിൾ പാക്കേജിന്റെ 2022 മാർക്കറ്റ് ക്യാപ്പ് ആണ് $90 billion. ഇത് 2030 ആകുമ്പോഴേക്കും $190 billion ആണ് എത്തുക. 8 to 10% CAGR ഈ മാർക്കറ്റ് ഗ്രോ ചെയ്യുന്നത്. ടാങ്കിന്റെ ചകിരിയും ചിരട്ടയും യൂസ് ചെയ്തിട്ട് ബോക്സസ്, ഫുഡ് കണ്ടെയ്നേഴ്സ്, പ്രൊട്ടക്റ്റീവ് പാക്കേജിങ്, ട്രേസ്, ഇങ്ങനത്തെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പ്രൊഡക്ട്സ് നമുക്ക് മാനുഫാക്ചറിങ് ചെയ്യാൻ പറ്റും. അതല്ല നിങ്ങൾക്ക് B2B ആയിട്ടാണ് സെല് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൊട്ടക്റ്റീവ് പാക്കേജിംഗ് എന്നുള്ള പേരിൽ ഇ-കൊമേഴ്സ് കമ്പനീസിന് ഇത് സെല് ചെയ്യാൻ പറ്റും. അഗ്രികൾച്ചർ സെക്ടറിൽ പ്ലാന്റ്സിന്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഇതിന്റെ പ്രൊട്ടക്റ്റീവ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ബയോഡീഗ്രേഡബിൾ കോക്കോപിത്ത് യൂസ് ചെയ്തിട്ട് മാനുഫാക്ചറിങ് ചെയ്യാൻ പറ്റും. ഫ്രാജൈൽ പ്രൊഡക്ട്സ് പ്രൊട്ടക്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇൻഡസ്ട്രിയൽ സെഗ്മെന്റിലേക്കും ഈ പ്രൊഡക്റ്റ് മാനുഫാക്ചറിങ് ചെയ്യാൻ പറ്റും. ഇതിൽ നിങ്ങൾക്ക് കസ്റ്റമേഴ്സിനെ കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ സസ്റ്റൈനബിൾ ആയിട്ട് ഗ്രോ ചെയ്യാൻ താല്പര്യമുള്ള കമ്പനീസിനെ ഫോക്കസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ടാർഗറ്റ് ചെയ്യാൻ. മെയിനായിട്ട് ഈ പ്രൊഡക്ട്സ് എക്സ്പോർട്ട് ചെയ്യുന്നത് USA പിന്നെ മറ്റു യൂറോപ്യൻ കൺട്രീസിലേക്കുമാണ്. 40 to 50% ആണ് ഇതിൽ വരുന്ന മാർജിൻസ്. ഏഴാമത്തെ ബിസിനസ് ഐഡിയ ആണ് ചിരട്ടന്റെ ചിപ്സ്. ഇത് അഗ്രികൾച്ചർ പ്രൊഡക്ട്സിന്റെ കാറ്റഗറിയിലാണ് വരുന്നത്. മെയിനായിട്ട് ഈ ചിരട്ടന്റെ ചിപ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് വാട്ടർ റിട്ടൻഷൻ പറ്റും, എയറേഷൻ പറ്റും, അതിനൊപ്പം തന്നെ ബയോഡീഗ്രേഡബിലിറ്റിക്കും വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഗാർഡനിങ്, ലാൻഡ്സ്കേപ്പിംഗ്, നഴ്സറീസ് ഇവരാണ് ഈ പ്രൊഡക്റ്റ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ പ്രൊഡക്റ്റിന് സ്പെസിഫിക് ആയിട്ടുള്ള മാർക്കറ്റ് ക്യാപ്പിന്റെ സ്റ്റഡീസ് അവൈലബിൾ അല്ല. പക്ഷേ ഗ്ലോബൽ കയർ ആൻഡ് കോക്കനട്ടിന്റെ മാർക്കറ്റ് ക്യാപ്പ് കറന്റ് $12 billion ആണ്. ഇത് 6 to 8% CAGR ഗ്രോ ചെയ്യുന്നത്. USA, യൂറോപ്പ്, ഓസ്ട്രേലിയ ഈ 3 കൺട്രീസിലേക്കാണ് ഈ പ്രൊഡക്റ്റ് മെയിനായിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് ഡയറക്റ്റ് കസ്റ്റമേഴ്സിന് സെല് ചെയ്യുന്നതിന് പകരം ഏറ്റവും ബെറ്റർ പെട്ടെന്ന് സെല് ചെയ്യാൻ പറ്റുന്നത് ലാൻഡ്സ്കേപ്പിംഗ് കമ്പനീസ്, ഗാർഡനിങ് കമ്പനീസ്, നഴ്സറീസ്, ഇതിനൊപ്പം ഫാമിംഗ് ചെയ്യുന്ന കമ്പനീസ്, ഹൈഡ്രോപോണിക്സ് ചെയ്യുന്ന കമ്പനീസിനെ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് സെല് ചെയ്യാൻ പറ്റും. 50 to 60% ആണ് ഈ പ്രൊഡക്റ്റിന്റെ മാർജിൻ. ഈ ബിസിനസ് ഐഡിയ വരുന്ന മെയിൻ ആയിട്ടുള്ള ചലഞ്ച് എന്താ വെച്ച് കഴിഞ്ഞാൽ റോ മെറ്റീരിയൽസിന്റെ അവൈലബിലിറ്റി പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ആണ്. ഇത് രണ്ടും നിങ്ങൾക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഇതിന് നല്ലൊരു ബ്രാൻഡ് തന്നെ നിങ്ങൾക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. കാരണം ഇത് ഓവർ കോമ്പറ്റീഷൻ ഇല്ലാത്തൊരു മാർക്കറ്റാണ്. എട്ടാമത്തെ ബിസിനസ് ഐഡിയ ആണ് ഡെക്കറേറ്റീവ് ഐറ്റംസ് മാനുഫാക്ചറിങ് ചെയ്യാന്നുള്ളത്. കീസ്, ലാമ്പ് ഇങ്ങനത്തെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡെക്കറേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് നിങ്ങൾക്ക് കോക്കനട്ട് ഷെൽ യൂസ് ചെയ്തിട്ട് മാനുഫാക്ചറിങ് ചെയ്യാൻ പറ്റും. $752 billion ആണ് കറന്റ് ഗ്ലോബൽ ഹാൻഡ് ക്രാഫ്റ്റിന്റെ മാർക്കറ്റ് ക്യാപ്പ്. ഇത് 2030 ആകുമ്പോഴേക്കും $1.2 trillion ആണ് എത്താം. 6 to 8% CAGR ഈ മാർക്കറ്റ് ഗ്രോ ചെയ്യുന്നത്. കസ്റ്റമേഴ്സിന് ഈക്കോ ഫ്രണ്ട്ലി പ്രൊഡക്ട്സിനോടുള്ള താല്പര്യം കൊണ്ടാണ് ഈ പ്രൊഡക്റ്റിന്റെ മാർക്കറ്റ് ഇത്രയും പെട്ടെന്ന് ഗ്രോ ചെയ്യുന്നത്. കോർപ്പറേറ്റ് ഗിഫ്റ്റിംഗ്, ടൂറിസം, ഇ-കൊമേഴ്സ് ഈ 3 ഏരിയാസിലാണ് ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സെല് ചെയ്യാൻ പറ്റും. ഡെക്കറേറ്റീവ് ബിസിനസ് ഐഡിയയിൽ മാനുഫാക്ചറിങ് ചെയ്യുന്ന ചെറിയ പ്രൊഡക്ട്സിന് നിങ്ങൾക്ക് അപ് ടു 200% വരെ മാർജിൻ ഉണ്ടാക്കാൻ പറ്റും. അതല്ല കുറച്ച് വലിയ പ്രൊഡക്റ്റ് ആണെങ്കിൽ അപ് ടു 100% വരെയാണ് ഈ ബിസിനസ് ഐഡിയയിൽ നിങ്ങൾക്ക് മാർജിൻസ് കിട്ടുക. ഒമ്പതാമത്തെ ബിസിനസ് ഐഡിയ ആണ് കോക്കനട്ട് ഷെല്ല് യൂസ് ചെയ്തിട്ടുള്ള ബട്ടൺസ്. ഇത് നമുക്ക് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ പെടുത്താൻ പറ്റുന്നതാണ്. കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റും അതിനൊപ്പം തന്നെ ഓവർ റോ മെറ്റീരിയൽസും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ഐഡിയ ആണ് കോക്കനട്ട് ഷെല്ലിൻ്റെ ബട്ടൺസ് മാനുഫാക്ചറിങ് ചെയ്യുന്നത്. ബട്ടൺസിൻ്റെ ഗ്ലോബൽ മാർക്കറ്റ് ക്യാപ്പ് കറൻ്റ്ലി $4 billion ആണ്.
4 to 5% CAGR ഇത് ഗ്രോ ചെയ്യുന്നത്. ഇതിൽ നീഷ് മാർക്കറ്റായ കോക്കനട്ട് ഷെല്ലിന്റെ ബട്ടൺസ് മാനുഫാക്ചറിങ് ചെയ്യുന്ന മാർക്കറ്റ് ക്യാപ്പ് $100 to $200 million ആണ്. സസ്റ്റൈനബിലിറ്റി പ്രൊമോട്ട് ചെയ്യുന്ന ഫാഷൻ കമ്പനീസ് ആണ് ഈ ബട്ടൺസ് മെയിനായിട്ട് പർച്ചേസ് ചെയ്യുന്നത്. സസ്റ്റൈനബിലിറ്റി ഫോക്കസ് ചെയ്യുന്ന ഫാഷൻ ബ്രാൻഡ്സിന് പുറമെ ലക്ഷറി ആയിട്ടും ഈ കോക്കനട്ട് ഷെല്ലിന്റെ ബട്ടൺസ് നമുക്ക് സെല് ചെയ്യാൻ പറ്റുന്നതാണ്. USA, ജപ്പാന്, യൂറോപ്പ് ഈ 3 സ്ഥലത്തേക്കാണ് കോക്കനട്ട് ഷെല്ലിന്റെ ബട്ടൺസ് മെയിനായിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നത്. ഇത് മാനുഫാക്ചറിങ് ചെയ്യാൻ 3 to 5 rupees ആണ് വരുന്നത്. ഇത് നിങ്ങൾക്ക് അപ് ടു 8 rupees അല്ലെങ്കിൽ 9 rupees ആക്കിയിട്ട് വരെ സെല് ചെയ്യാൻ പറ്റും. അതല്ല നിങ്ങൾക്ക് സ്പെഷ്യൽ ഹാൻഡ് മെയ്ഡ് ക്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കൂടുതലായിട്ട് ലക്ഷറി ഐറ്റം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് സെല് ചെയ്യാൻ പറ്റും. 50 to 60% മാർജിനാണ് ഇതിൽ നിങ്ങൾക്ക് കിട്ടുക. ഈ ബിസിനസ് സൈഡിലുള്ള മെയിൻ ചാലഞ്ച് എന്താ വെച്ച് കഴിഞ്ഞാൽ സ്കിൽഡ് ആയിട്ടുള്ള ആർട്ടിഷ്യൻസിനെ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് സ്പെസിഫിക് ആയിട്ടുള്ള ലക്ഷറി ആയിട്ട് ഉള്ള ബട്ടൺസ് നിങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. 10ാമത്തെ ബിസിനസ് ഐഡിയ ആണ് കോക്കനട്ട് ഫൈബർ ഇൻസുലേഷൻ മാനുഫാക്ചറിങ് ചെയ്യുന്നത്. ട്രഡീഷണൽ ആയിട്ടുള്ള ഫൈബർ ഗ്ലാസും ഫോമിന് പകരം യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് കോക്കനട്ട് ഫൈബർ ഇൻസുലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റ്. റെസിഡൻഷ്യൽ, കൊമേഴ്ഷ്യൽ, ഇൻഡസ്ട്രിയൽ ഈ 3 കൺസ്ട്രക്ഷൻ ഏരിയാസിലാണ് ഇൻസുലേഷൻ യൂസ് ചെയ്യുന്നത്. അക്കോസ്റ്റിക്കിനും തെർമലിനും വേണ്ടിയിട്ടാണ് ഈ ഇൻസുലേഷൻസ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇൻസുലേഷൻ്റെ കറന്റ് ഗ്ലോബൽ മാർക്കറ്റ് ക്യാപ്പ് ആണ് $60 billion. 2030 ആകുമ്പോഴേക്കും ഇത് $90 billion എത്തും. 6 to 7% CAGR ഈ മാർക്കറ്റ് ഗ്രോ ചെയ്യുന്നത്. ഈ മാർക്കറ്റ് ക്യാപ്പിൽ 20 to 30% സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഇൻസുലേഷൻ പ്രൊഡക്ട്സ് ആണ് സെല് ചെയ്യുന്നത്. ഗ്രീൻ ബിൽഡിംഗ് ഇനീഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ട് ഇതിൽ അപ് ടു $300 to $500 million സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഇൻസുലേഷൻ പ്രൊഡക്ട്സ് ആണ് മാർക്കറ്റിൽ ഇപ്പം സെല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ബിസിനസ്സിലുള്ള ഓപ്പർച്യൂണിറ്റി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇക്കോ ഫ്രണ്ട്ലി ആയിട്ട് വരുന്ന ഓഫീസ് സ്പേസസ്, ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹോംസ്, ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ ബിൽഡിങ്സ്, ഇങ്ങനത്തെ ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള സസ്റ്റൈനബിലിറ്റി പ്രൊമോട്ട് ചെയ്യുന്ന കമ്പനീസിനെ ഫോക്കസ് ചെയ്തിട്ട് മാർക്കറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കസ്റ്റമേഴ്സിനെ കണ്ടെത്താൻ പറ്റും. ഈ ബിസിനസ്സിൽ വരുന്ന ചാലഞ്ചസ് എന്താ വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഓൾറെഡി കോമ്പറ്റീഷൻ ഫൈബർ ഗ്ലാസും ഫോമിനേറ്റ് ആണ്. ഇതിനൊപ്പം തന്നെ റോ മെറ്റീരിയൽസിൻ്റെ അവൈലബിലിറ്റിയും. ഇത് രണ്ടും നിങ്ങൾക്ക് ടാക്കിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഈ ഒരു ഇൻഡസ്ട്രിയിൽ. 50 to 70% ആണ് ഈ പ്രൊഡക്റ്റിൻ്റെ മാർജിൻ. അടുത്ത വീഡിയോയിൽ എന്ത് ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യേണ്ടതെന്നുള്ള താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.